മലയാളം അച്ചടിക്കും പ്രസിദ്ധീകരണങ്ങൾക്കും തുടക്കമിട്ട നാടാണ് നമ്മുടെ അക്ഷര നഗരി കൂടിയായ കോട്ടയം. ബെഞ്ചമിൻ ബെയ്ലിയും ചാവറയച്ചനും വഴികാട്ടികളായി തന്നെ നിൽക്കുന്നു. ഈ അക്ഷര അച്ചടി പൈതൃകത്തിന് തിലകക്കുറിയാണ് വെള്ളൂരിലെ ന്യൂസ് പ്രിന്റ് നിർമ്മാണശാല. HNL പൂട്ടുവീഴുന്ന വാർത്ത ഞെട്ടലോടെയായിരുന്നു കോട്ടയംകാർ കേട്ടത്. നരേന്ദ്രമോദി വിൽപ്പനയ്ക്ക് വെച്ച HNL പക്ഷേ LDF സർക്കാർ തിരിച്ചെടുത്തു. അല്ലെങ്കിലും നരേന്ദ്രമോദി സർക്കാർ എന്നും എല്ലാം വിൽപ്പനയ്ക്ക് മാത്രം വെച്ച ചരിത്രമേയുള്ളൂ. 150 കോടി രൂപ നൽകിയാണ് സംസ്ഥാന സർക്കാർ HNL ലേലത്തിൽ പിടിച്ചത്. 700 ഏക്കർ ഭൂമിയിൽ 164 ഏക്കർ റബ്ബർ പാർക്കിനായി മാറ്റി. റബ്ബർ വിലസ്ഥിരത ഫണ്ടിനായി ഈ ബജറ്റിൽ 600 കോടി വകയിരുത്തി കർഷകന് കിലോയ്ക്ക് 180 രൂപ ഉറപ്പുവരുത്തി. ഇതിന്റെ നേട്ടം കോട്ടയം മണ്ഡലത്തിലെ ലക്ഷത്തിലേറെ കർഷകർക്ക് ലഭിക്കും. നെല്ല് സംഭരണവും കാര്യക്ഷമമായി തന്നെ നടക്കുന്നു. സഹകരണ മേഖലയിൽ ക്യാപ്കോസ് ആധുനിക റൈസ് മില്ലിന് കിടങ്ങൂരിൽ തുടക്കമിട്ടു. 80 കോടി രൂപയുടെ പദ്ധതിയാണിത്. എരുമേലിയിൽ അന്താരാഷ്ട്ര വിമാനത്താവളം വരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റികളായി G20 വരെ ആതിഥ്യമരളി കുമരകം കുതിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ നാനാ തുറകളിലും വികസിച്ച് തന്നെ മുന്നേറുകയാണ് കോട്ടയം. ഇപ്പോഴിതാ കേരള കോൺഗ്രസ് M മുന്നണി വിട്ട ശേഷമുള്ള ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പാണ് വരുന്നത്. അതിൻ്റെ ആവേശം പ്രചാരണത്തിലും കാണാം. പാർട്ടി വൈസ് ചെയർമാനും സിറ്റിംഗ് MP-യുമായ തോമസ് ചാഴിക്കാടനാണ് LDF-നായി മത്സരിക്കുന്നത്. ചിഹ്നം 2. കോട്ടയംകാർക്ക് ചാഴിക്കാടനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. 2019 1,06,259 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ചാഴിക്കാടന്റെ വിജയം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഫ്രാൻസിസ് ജോർജാണ് UDF സ്ഥാനാർത്ഥി. ലെറ്റർ, ലേക്ക്, ലാറ്റക്സ് എന്നിവയ്ക്ക് പേരുകേട്ട കോട്ടയത്തിന്റെ സമഗ്ര വികസന തിളക്കത്തിലാണ് MP തോമസ് ചാഴിക്കാടന്റെ രണ്ടാം മത്സരം. MP ഫണ്ട് 100% വിനിയോഗിച്ചു. 92 കിലോമീറ്റർ റോഡ് വികസനം, കോട്ടയം റെയിൽവേ സ്റ്റേഷൻ നവീകരണം, പാത ഇരട്ടിപ്പിക്കൽ, പാസ്പോർട്ട് സേവാ കേന്ദ്രം പുനഃസ്ഥാപിക്കൽ, 1600 ഭിന്നശേഷിക്കാർക്ക് സഹായം ലഭ്യമാക്കൽ എന്നിവ പ്രധാന നേട്ടമായി തന്നെ നിലനിൽക്കുന്നു. എന്നും റബ്ബർ കർഷകരോടൊപ്പം തന്നെ നിന്ന് കോട്ടയത്തിന്റെ മനസ്സറിഞ്ഞ ചാഴിക്കാടനെ ഇത്തവണയും കോട്ടയംകാർ കൈവെടിയില്ലെന്ന് ഉറപ്പാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.